ഹലോ ഗായ്സ്, ഹാപ്പി ഓണം. ഓണമൊക്കെ നാട്ടിൽ ഭയങ്കര പ്രകൃതിയായിട്ട് നടക്കുന്ന ടൈമായിരിക്കും. ഞങ്ങളിവിടെ ഞങ്ങളുടെ ഓണം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ബാറില്ല സൊള്ളി 8 o'clock in the morning നമ്മളപ്പം നമ്മുടെ ഓണം സ്റ്റാർട്ട് ചെയ്യാൻ പോകാം. ഇന്നലെ രാത്രി തന്നെ നമ്മൾ പൂക്കളമൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അമ്മ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. ഞാനിപ്പോൾ ജസ്റ്റ് അതിലൊന്ന് റൗണ്ട്സ് അടിച്ചിട്ട് വന്നു കേട്ടോ. ഇപ്പോൾ നാട്ടിലെ പോലെ അത്രയും ഗ്രാൻഡായിട്ടൊന്നും നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിലും നമ്മുടെ രീതിക്ക് കുഞ്ഞതായിട്ടൊരു സദ്യയും പൂവും ഫോട്ടോഷൂട്ടും ഒക്കെ ആയിട്ടൊരു ഓണമാണ് ഇത്തവണ. സോ ഞാനതൊരു വ്ളോഗാക്കാൻ പോയി ഇത്തവണ. ഗൈസ്, നമ്മൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? ഇടയ്ക്ക് ഒരാവശ്യത്തിന് പോകേണ്ടി വന്നു കേട്ടോ. ഇവിടെ ഓണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവധിയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് സാവിയും പപ്പയും രാവിലെ ഓഫീസിൽ പോയേക്കുക. അവരൊരു ലഞ്ച് ടൈം ആകുമ്പോൾ വരും. ഞാനപ്പോൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. നമ്മുടെ നാട്ടിലെ ഒരു കഷ്ടമാണല്ലോ. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ, ഈ നാട്ടിൽ ഈ എന്ത് വിശേഷ ദിവസങ്ങൾ, ഇപ്പം നവംബർ 1 കേരളപ്പിറവി, ഓണം, വിഷു, അങ്ങനെ എന്തൊക്കെ സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടോ അന്നെല്ലാം എൻ്റെ വീട്ടിലാകട്ടെ ഇവിടെ വന്നിട്ടാവട്ടെ എന്നും ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും. ഞാനപ്പോൾ ഈടെ ആലോചിച്ച് സാവിയോടും ചോദിക്കുമായിരുന്നു, അതെന്താ അങ്ങനെ? വൈ ഇഡ്ഡലി, വൈ നോട്ട് അപ്പം, ഇടിയപ്പം, അങ്ങനെയൊക്കെ എപ്പോഴും ഇഡ്ഡലി ഇഡ്ഡലി ഇഡ്ഡലി. ഇങ്ങനെ എൻ്റെ വീട്ടിലാണെങ്കിലും അതെ, ഇങ്ങനെ എന്ത് സ്പെഷ്യൽ ഡേയ്സ് വന്നാലും ഇഡ്ഡലി സാമ്പാർ ചട്നി, അത് വിട്ടൊരു കളിയില്ല. അച്ഛൻ വീട്ടിലാട്ടെ അത് തന്നെ. വൈ ഗൈസ്, വൈ? നിങ്ങൾക്കറിയോ? നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ തന്നെയാണോ? സോ നമുക്ക് പോയി കഴിച്ചാലോ. ഇന്നത്തെ സ്പെഷ്യൽ അത് തന്നെ, ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ രാവിലെ പിന്നെ ഇങ്ങനെ ഒരു ടൈം ആയതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ആവാൻ പറ്റില്ല. സോ ഞാൻ ഒരു ബോയിൽഡ് എഗ്ഗൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് കേട്ടോ. അതപ്പമൊക്കെ കാണിച്ചു തരാം. സ്റ്റേ ട്യൂൺ ഗൈസ്. ഞാൻ ഇൻ ബിറ്റ്വീൻ എനിക്ക് വേണ്ടി ഒരു ലൈറ്റ് ചായയൊക്കെ എടുത്ത് വെച്ചായിരുന്നു. സ്ട്രോങ് ഒന്നും ഇപ്പോൾ പറ്റില്ല. സോ എനിക്ക് കൊതി തോന്നുമ്പോൾ ഇങ്ങനെ ലൈറ്റായിട്ട് ചായയൊക്കെ ഇട്ട് കുടിക്കാറുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ പൂക്കളം. എല്ലാം ഒരുക്കി വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ ചേച്ചി കുറച്ച് എസ്തെറ്റിക് ആയിട്ട് കുറച്ച് വീഡിയോസ് ആൻഡ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ആക്കി വെച്ചിട്ടും ഉണ്ടായിരുന്നു. ഞാൻ ഇൻ ബിറ്റ്വീൻ ഒന്ന് കിടന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോഴത്തേക്കാണ് ചേച്ചി ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചത്. പിന്നെ ഞാനും വന്ന് ഒട്ടും കുറയ്ക്കേണ്ട, ഞാനും കുറച്ച് ഷോർട്സൊക്കെ എടുത്ത് വെച്ചു. അതിൻ്റെ പൂവിലുള്ള വിളക്കൊന്നും നമ്മളിപ്പോൾ കത്തിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ ഓർത്തു കുഞ്ഞ് വിളക്കാണ്ട് ഒത്തിരി നേരം കത്തി നിൽക്കത്തില്ല. അപ്പോൾ നമ്മൾ ഓർത്ത് കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന്. എന്നിട്ട് നമ്മൾ റെഡി ആവാൻ പോകാൻ പ്ലാൻ ഇട്ടു. ഞാനൊരു ലബാനൊക്കെ കുടിച്ച് സ്ട്രോങ് ആയിട്ട് റെഡി ആവാൻ പോണ് ഗൈസ്. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? ഞാനിങ്ങനെ റെഡി ആകാതെ നിന്നാൽ മതിയോ? ചേച്ചി ഓൾറെഡി റെഡി ആവാൻ പോയി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറച്ച് നേരം അമ്മയെ കുക്കിങ്ങിൽ കട്ടൊക്കെ ചെയ്യാനായിട്ട് ചേച്ചി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനവിടെ വർത്തമാനം പറഞ്ഞിരുന്നു, അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് ചേച്ചി പറഞ്ഞു നമുക്ക് റെഡി ആവാം. സോ ചേച്ചി റെഡി ആവാൻ പോയി, ഞാനും റെഡി ആവാൻ റൂമിലേക്ക് വന്നേക്കുക. സോ നമുക്കിനി റെഡി ആവാം ഗൈസ്. വലിയ റെഡി ആവാനൊന്നുമില്ല. എല്ലാ വർഷവും സാരി കൊടുക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമായിട്ട് കൊടുക്കാറുണ്ട്. ഈ വർഷം എന്തോ എനിക്ക് ആഗ്രഹമേ ഉണ്ടായില്ല. സോ ഒരു കുർത്തയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അതിട്ടിട്ട് കാണാം. ഞാനപ്പോൾ റെഡി ആയിട്ടോ. ഇതാണ് എൻ്റെ ഓണം കോസ്റ്റ്യൂം, ഇന്നത്തെ സ്പെഷ്യൽ. റെഡി. പാട്ടിൻ്റെ കൂടെ എന്ത് എല്ലാവരും റെഡിയായി. അച്ഛനും അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതാ നമ്മൾ റെഡിയായ ഗ്യാപ്പിൽ അമ്മ എന്തായാലും സദ്യയൊക്കെ സെറ്റ് ചെയ്ത് വിളക്കത്തൊക്കെ വെച്ചായിരുന്നു. നമ്മൾ ഫസ്റ്റ് ദൈവത്തിനാണ് സദ്യ സമർപ്പിക്കുന്നത്, എന്നിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വിളമ്പാൻ തുടങ്ങി. ഓൾറെഡി 1:30 ആയായിരുന്നു. പപ്പയും ശ്രാവണും കൂടെ വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു നമ്മൾ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പെട്ടെന്ന് വിളമ്പി. സദ്യ കഴിഞ്ഞിട്ട് ബാക്കി ഫോട്ടോഷൂട്ട്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒട്ടും വൈകിച്ചില്ല, സദ്യയിലേക്ക് ഡയറക്റ്റ് കിടന്നു. സദ്യ എന്ന് പറഞ്ഞാൽ അടിപൊളി സദ്യയായിരുന്നു ഗൈസ്. ഓണം സദ്യ ഹിറ്റ്സ് ഡിഫറെൻറ്റ് എവറി ടൈം. അതിപ്പോൾ നാട്ടിലാവട്ടെ ബഹറിലാവട്ടെ സദ്യ സദ്യ തന്നെയല്ലേ. അടിപൊളിയായിരുന്നു. പായസവും പപ്പടവും പഴവും എല്ലാം കൂടെ കൂട്ടി കഴിച്ച് അടിപൊളിയായിരുന്നു ഗൈസ്. എന്താ ഇപ്പം പറയുക, സദ്യ കഴിച്ചു, അത്രേ ഓർമ്മയുള്ളൂ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഫാമിലി ഫോട്ടോസ്, പിന്നെ ഞങ്ങളുടെ രണ്ടിൻ്റെയും ഫോട്ടോസ്, പിന്നെ ചേച്ചിയുടെ ഫോട്ടോസ്. അങ്ങനെ ഒരു ഫോട്ടോ സെഷനും കൂടെ കഴിഞ്ഞപ്പോഴത്തേന് ടോട്ടലി ടയർഡ് ഞങ്ങളെല്ലാം ഉറങ്ങിപ്പോയി. പിന്നെ ഒരു 1 hour ബാക്കാണ് എണീറ്റത്. എണീറ്റ് പെട്ടെന്ന് കുളിച്ച് ഫ്രഷായി ഒരു സ്നാക്കൊക്കെ കഴിച്ചു. അപ്പം ഞാനും സാരിയും ചേച്ചിയും കൂടെ ഒന്ന് പുറത്ത് ഡ്രൈവിന് പോകട്ടോ. വേറെ ഒന്നും ചെയ്യാനില്ല, ഞങ്ങളുടെ ഓണം കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒരു ഡ്രൈവിനൊക്കെ പോയി
പുറത്തെ വൈബ് എന്താണെന്ന് നോക്കിയിട്ട് വരാം. പുറത്ത് ഒബ്വിയസ്ലി ചൂടായിരിക്കും, അപ്പോൾ പോയിട്ട് വരാം. പിന്നെ ഞങ്ങൾ ഓൺ ദി വേ തന്നെ ഒരു ചായയൊക്കെ കുടിച്ച് വൈബ് ചെയ്ത് പോകാമെന്ന് ഓർത്തു. ഓൺ ദി വേ വേണം നമുക്ക് എവിടെ പോയി ഫുഡ് അടിക്കണം എന്ന് ഡിസൈഡ് ചെയ്യാൻ. അതാണ് അവരുടെ ഡിസ്കഷൻ. ഒബ്വിയസ്ലി നമ്മൾ ലാസ്റ്റ് എത്തിയത് പാർക്ക് ഡൈനിൽ തന്നെയായിരുന്നു ഗൈസ്. നാടൻ ഫുഡ് കഴിക്കാനാണ് എപ്പോഴും ഇഷ്ടം. സോ നമ്മൾ ഫൈനലി അവിടെ തന്നെ എത്തി. ചേച്ചിയാണെങ്കിൽ ഇതുവരെ പോയിട്ടുമില്ല. സോ അതും ഒരു റീസൺ ആയിരുന്നു അവിടെ പോകാനായിട്ട്. നമുക്ക് അവിടുത്തെ കുറച്ച് സ്പെഷ്യൽ ഡിഷസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ അത് ചേച്ചിയെ കൂടെ കൊണ്ടുപോയി കഴിപ്പിക്കാൻ ഓർത്തു. റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ട് കാര്യമില്ലല്ലോ, ഫുഡ് വരണ്ടേ. ആസ് യൂഷ്വൽ ഇത്തവണയും ഫുഡ് ഡിലേ ആയിരുന്നു ഗൈസ്. ഓണം ആയതുകൊണ്ട് ആ ചേച്ചി പറഞ്ഞു, അത് അവിടുത്തെ സ്റ്റാഫ് ചേച്ചി പറഞ്ഞു ഇച്ചിരി ഡിലേ വരുമെന്ന്. പിന്നെ കുറച്ച് ഏറെ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ സമയം മൊത്തം നമ്മൾ സംസാരിച്ച് ചില്ല് ചെയ്തിരുന്നു. ഫുഡ് വന്ന ടൈമിൽ നമ്മുടെ വിശപ്പ് പിന്നെ പീക്ക് ലെവലിലായതുകൊണ്ട് എനിക്ക് ഈ ഷോട്ട് മാത്രമേ എടുക്കാനുള്ള മൈൻഡ് വന്നുള്ളൂ ഗൈസ്. പിന്നെ ഫുഡ് വന്നതൊന്നും എടുക്കാനായിട്ടുള്ള ബോധം എനിക്കുണ്ടായില്ല. ഞാൻ ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമായിരുന്നു. ഐ ആം ദി സോറി ഗൈസ്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് വേഗം തന്നെ ഇറങ്ങി. ഒരു 9:30 ഒക്കെ ആയപ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഫ്ലാറ്റ് തിരിച്ചെത്തി കേട്ടോ. നെക്സ്റ്റ് ഡേ നമുക്കിവിടെ വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ സാഹു പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് പോയി റെസ്റ്റ് എടുക്കാമെന്ന്. സോ നമ്മൾ ഒത്തിരി ഒന്നും കറങ്ങാൻ നിന്നില്ല. നമ്മൾ സ്ട്രെയിറ്റ് വീട്ടിലെത്തി. പിന്നെ കുറച്ച് നേരം ഞാൻ നെറ്റ്ഫ്ലിക്സ് ഒക്കെ കണ്ടിരുന്നു. കാരണം ഫുഡ് കഴിച്ചിട്ട് ഉടനെ അങ്ങനെ ഉറങ്ങാൻ പാടില്ലല്ലോ, അങ്ങനല്ലേ. സോ ഇന്നത്തെ വ്ളോഗ് അത്രേ ഉള്ളൂ കേട്ടോ ഗൈസ്. നെക്സ്റ്റ് വ്ളോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ഫ്രം ദേവിക.